ഞാനൊരു സമാധാനപ്രിയനാണ്. ഞാൻ അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഒഴിവായത്. അതുകൊണ്ട് എനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തരണം. ഇതൊക്കെ പറഞ്ഞത് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപാണ്. കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ? എന്നാൽ 2025 ജനുവരിയിൽ അധികാരമേറ്റ ശേഷം വെറും ഒരു വർഷത്തിനുള്ളിൽ അമേരിക്കൻ സൈന്യം ആക്രമിച്ചത് ഒന്നല്ല, രണ്ടല്ല, 7 രാജ്യങ്ങളെയാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ട്രംപ് യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്താണ്? വെനസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതു മുതൽ ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകൾ തകർത്തതുവരെയുള്ള അമേരിക്കയുടെ ഈ കയ്യൂക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യം ലോകം ഞെട്ടിയ ആ ഓപ്പറേഷൻ ഇരുട്ടടിയെക്കുറിച്ച് പറയാം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുരോയെയും ഭാര്യയെയും അമേരിക്കൻ സൈന്യം അങ്ങോട്ട് കയറി പിടിച്ചുകൊണ്ടുപോയി. വെറും 3 മണിക്കൂർ കൊണ്ടാണ് ഈ ഓപ്പറേഷൻ തീർത്തത്. ആദ്യം തലസ്ഥാനമായ കാരക്കാസിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ആ കൂരിരുട്ടിലാണ് അമേരിക്കൻ കമാൻഡോകൾ പറന്നിറങ്ങിയത്. മയക്കുമരുന്ന് കേസാണ് കാരണമായി പറയുന്നതെങ്കിലും വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് നിയന്ത്രിക്കാനുള്ള അമേരിക്കയുടെ തന്ത്രമാണിതെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. ഞങ്ങളുടെ അയൽപക്കത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാണ് എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇത് വെനസ്വേലയിൽ ഒതുങ്ങിയില്ല. ഇറാന്റെ കാര്യത്തിലാണ് കളി മാറിയത്. ഇറാന്റെ അതീവ സുരക്ഷയുള്ള 3 ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക പൂർണ്ണമായും തകർത്തത്. ഇതോടെ ഇറാന്റെ ആണവ മോഹങ്ങൾക്ക് വലിയ തിരിച്ചടിയേറ്റു. ഇതൊരു ചരിത്രപരമായ നീക്കമാണ് എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇതിനെ വിശേഷിപ്പിച്ചത്. ഇനിയൊരു തിരിച്ചടിക്ക് ഇറാൻ മുതിർന്നാൽ ഭൂപടത്തിൽ ഇറാൻ കാണില്ല എന്നാണ് ട്രംപിന്റെ ഭീഷണി. ട്രംപിന്റെ ഹിറ്റ് ലിസ്റ്റ് ഇവിടെയും തീരുന്നില്ല. 2025 മാത്രം അമേരിക്ക ആക്രമിച്ച രാജ്യങ്ങളുടെ പട്ടിക നോക്കാം. സിറിയയിലും ഇറാഖിലും IS-നെതിരെ എന്ന പേരിൽ കനത്ത മിസൈൽ ആക്രമണം. നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ സൈനിക നീക്കം. യമനിൽ ഹൂതികൾക്ക് നേരെ 40-ലധികം തവണയാണ് ബോംബിട്ടത്. ഏറ്റവും കഷ്ടം സൊമാലിയയുടെ കാര്യമാണ്. അവിടെ നടന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യോമാക്രമണങ്ങളിൽ ഒന്നാണ് എന്നാണ് റിപ്പോർട്ടുകൾ. പോരാത്തതിന് അവിടുത്തെ സർക്കാർ ഭക്ഷണം മോഷ്ടിക്കുന്നു എന്നാരോപിച്ച പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണ സഹായം പോലും അമേരിക്ക നിർത്തിവെച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തടഞ്ഞത് ഞാനാണ് എന്ന് ട്രംപ് വീമ്പിളക്കുന്നത്. നയതന്ത്രമാണ് തന്റെ വഴിയെന്ന് പറഞ്ഞാലും കാര്യങ്ങൾ നടക്കാൻ പട്ടാളത്തെ ഇറക്കാൻ ട്രംപ് ഒട്ടും മടിക്കുന്നില്ല എന്നതാണ് സത്യം. ഒരു വശത്ത് നോബൽ സമ്മാനം ചോദിക്കുകയും മറുവശത്ത് 7 രാജ്യങ്ങളിൽ യുദ്ധം നയിക്കുകയും ചെയ്യുന്ന ഈ രീതി ലോകത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അമേരിക്കയുടെ ഈ പോലീസ് പണിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് ചെയ്യൂ. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ ലോകകാര്യങ്ങൾക്കായി എലഫന്റ് തിങ്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.